കണ്ടൻറ് ക്രിയേഷൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പം ഞാനാണെങ്കിൽ ഇന്നൊരു iPhone 17 എടുത്ത് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. അധികം ഐഫോണിനെ പറ്റിയും വലിയ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലെങ്കിലും ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായം ആണ് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഇതൊരു അൺബോക്സിങ് വീഡിയോ അല്ല എന്ന് പറഞ്ഞാൽ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. ഇന്നലെ ഞാൻ അൺബോക്സ് ചെയ്ത് അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫോൺ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ബ്ലാക്കും വൈറ്റും ഈ ഒരു ബ്ലൂ കളറുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ബ്ലൂ അങ്ങ് എടുത്ത് പെട്ടിയൊക്കെ നമ്മൾ പൊട്ടിച്ച് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ iPhone 17 എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ഐഫോൺ യൂസർ ആകുന്നത് സുഹൃത്തുക്കളെ. വാവ്, അടിപൊളിയല്ലേ? എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ ക്യാമറയിൽ എനിക്ക് ഈ ഐഫോൺ എടുത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ കൂടുതലും കണ്ടൻറ് ക്രിയേഷൻ്റെ വീഡിയോസൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനൊരു ഫോൺ എടുക്കാൻ കാരണം. അപ്പോൾ ഐഫോൺ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ അടിപൊളിയാണെന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഐഫോൺ തന്നെ ചൂസ് ചെയ്തത്. ഇനി ഞാൻ ഈ ഫോണിനെ കുറിച്ച് ചെറിയൊരു രീതിയിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇതിൽ 6.3 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. മുമ്പത്തെയൊക്കെ ആണെങ്കിൽ 6.1 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ മുമ്പത്തെ ഐഫോണുകളിൽ ഉപേക്ഷിച്ച് ഇത് കുറച്ചുകൂടെ ഡിസ്പ്ലേ കുറച്ചുകൂടെ ലാർജാണ്. പക്ഷേ കയ്യിലൊക്കെ പിടിക്കുമ്പോഴത്തേക്കായാലും ഭയങ്കര ഒതുങ്ങി ഇരുന്നോളും. അതുപോലെ തന്നെ ഇതിൽ 120 Hz പ്രോ മോഷൻ ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് 177 ഗ്രാം മാത്രമേ ഇത് ഉള്ളൂ. അതാണ് ഇതിൻ്റെ വേറൊരു വ്യത്യസ്തമായൊരു ഫീച്ചറെന്ന് എനിക്ക് തോന്നിയത്. കാരണം വെയിറ്റ് ഒന്നും അത്ര കൂടുതലില്ല, കയ്യിൽ ഒതുങ്ങിയിരുന്നോളൂ. ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. ഇനി നമുക്ക് iPhone 17 ക്യാമറകളെ കുറിച്ച് സംസാരിക്കാം. പിന്നിൽ 2x48 MB പ്രൈമറി പ്ലസ് അൾട്രാ വൈഡ് ക്യാമറകളാണ് ഉള്ളത്. ഇതിൽ ടെലിഫോട്ടോ ലെൻസ് ഇല്ല, അത് പ്രോ മോഡലുകളിൽ മാത്രമാണ് ഉള്ളത്. ഫോട്ടോകൾക്ക് ഒരു നാച്ചുറൽ കളേഴ്സാണ് കൊടുക്കുന്നത്. 48 MB ഉള്ളതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കും. സ്കിൻ ടോൺസ് അല്പം സാച്ചുറേറ്റഡ് ആയിട്ട് തോന്നാം. അതുപോലെ തന്നെ 15 MB ഫ്രണ്ട് ക്യാമറ പ്ലസ് സ്റ്റേജ് ഫീച്ചർ ഇതിൽ ലഭിക്കുന്നുണ്ട്. അത് നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ് എനിക്ക് തന്നത്. പിന്നെ സെൽഫി ക്യാമറ ക്വാളിറ്റി എല്ലാ ഐഫോൺസിലെയും പോലെ തന്നെ ഓക്കെ ആണ്. എനിക്കിഷ്ടപ്പെട്ട് എൻ്റെ ഒരു അനുഭവത്തിൽ വെച്ച് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. ക്വാളിറ്റി നല്ലതാണ്, മോശം പറയാൻ ഇല്ല. ഇനി വീഡിയോനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ട് റിയർ രണ്ടിലും 40K 60 FPS സപ്പോർട്ടുണ്ട്. വീഡിയോ സ്റ്റെബിലൈസേഷൻ എല്ലാം മികച്ചതാണ്. സ്മാർട്ട് ഫോണിൽ വീഡിയോ റെക്കോർഡിങ്ങിൽ ആയാലും വീഡിയോ പിടിക്കുന്നതിൽ ഐഫോൺ തന്നെയാണ് മികച്ചത്, അത് നിങ്ങൾക്കറിയാമല്ലോ. ഇനി പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ പുതിയ A19 ചിപ്പുണ്ട്. ആപ്സ്, മൾട്ടി ടാസ്കിങ്, ഗെയിമിംഗ് എല്ലാം ഭയങ്കര സ്മൂത്തായിട്ട് പൊക്കോളും. ലാഗ് അല്ലെങ്കിൽ ഫ്രെയിം ഡ്രോപ്സ് ഇല്ല. ഐഫോണിന് ആപ്സും ഗെയിംസും ഒക്കെ കൂടുതൽ ഒപ്റ്റിമൈസ്ഡ് ആണ്. ഹൈ എൻഡ് ഗെയിംസ് ആയാലും എളുപ്പത്തിൽ റൺ ചെയ്യും. ഇനിയിപ്പോൾ ഗെയിമിംഗ് വൈസ് പറയുകയാണെങ്കിൽ 120 Hz പ്രോ മോഷൻ ഡിസ്പ്ലേ കാരണം ഗെയിമിംഗ് എല്ലാം നല്ല സ്മൂത്താണ്. ലോങ് ഗെയിമിംഗ് സെഷൻസിലും പെർഫോമൻസ് എല്ലാം നല്ലതാണ്. ഗ്രാഫിക്സ് ക്വാളിറ്റിയും മികച്ചതാണ് കേട്ടോ. ബാറ്ററീനെ പറ്റി പറയുകയാണെങ്കിൽ 3600 mAh ബാറ്ററി iPhone 17 വരുന്നുണ്ട്. ഏകദേശം 6 to 7 hours സ്ക്രീൻ ഓൺ ടൈം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. കാഷ്വൽ യൂസേഴ്സിനൊക്കെ സുഖമായിട്ട് ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് ചാർജിങ്ങിനെ പറ്റി പറയാം. 25 വാട്ട് ചാർജിങ് സപ്പോർട്ട് നമുക്ക് iPhone 17 ഓവറോൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഡിസ്പ്ലേ, ക്യാമറ, പെർഫോമൻസ് എല്ലാം നല്ലൊരു ബാലൻസിലാണ്. ബേസ് ഐഫോണിൽ വർഷങ്ങളായിട്ട് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഫീച്ചറുകളൊക്കെ ഇത്തവണ ലഭിച്ചിട്ടുണ്ട്. iPhone 17 ഒരു സോളിഡ് അപ്ഗ്രേഡാണ്, പ്രത്യേകിച്ച് പഴയ iPhone 6. അപ്പോൾ എന്തുകൊണ്ടും ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പുതിയ ഐഫോൺ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്നൊക്കെ പറയണം. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ, എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് തന്നത്. അപ്പോൾ അതിനെ ആ രീതിയിൽ കാണുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. സൈനിങ് ഓഫ്, ബ്ലൂട്ടോ പൈ.